അന്വേഷണ ഏജൻസികൾ, ബുൾഡോസറുകൾ, മതപരിവർത്തന കേസുകൾ, ആരാധനാലയ ആക്രമണങ്ങൾ, ഈ ലിസ്റ്റിലേക്കുള്ള പുതിയ എൻട്രിയാണ് FCRA അഥവാ വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ. ഇതുവരെയുള്ള അനുഭവം വെച്ചാണെങ്കിൽ ഏത് സ്ഥാപനങ്ങളുടെ ലൈസൻസുകളായിരിക്കും റദ്ദാക്കപ്പെടുന്നതെന്നും സ്വത്ത് കണ്ടുകെട്ടുന്നതെന്നും ഊഹിക്കാവുന്നതേ ഉള്ളൂ. മുൻവിധികളല്ല, മുൻ അനുഭവങ്ങൾ കൊണ്ട് പറയുന്നതാണ്. വിദേശ സംഭാവന നിയന്ത്രണ ഭേദഗതി ബിൽ എന്ന് വെച്ചാൽ വിദേശ സഹായം സ്വീകരിക്കുന്ന സന്നദ്ധ സംഘടനകളുടെയും ആരാധനാലയങ്ങളുടെയും ഒക്കെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ സർക്കാരിന് രാജ്യത്തിനകത്തും പുറത്തും 4 ആളുടെ മുന്നിൽ പറയാനൊരു നിയമം. അല്ല, നിയമവിരുദ്ധ പ്രവർത്തനം നടത്തിയാലല്ലേ പേടിക്കാനുള്ളൂ എന്ന് ചോദിച്ചാൽ മതപരിവർത്തന നിരോധന നിയമത്തിലും ഇത് തന്നെയായിരുന്നു പറഞ്ഞ്. പക്ഷെ ജയിലിലായത് ആരാ? മതപരിവർത്തനം അജണ്ടയാക്കിയ ഗർവാപസിക്കാരൊന്നും അല്ലല്ലോ, ന്യൂനപക്ഷക്കാരല്ലേ. ഇവിടെ സംഘപരിവാർ തീരുമാനിക്കും ആർക്കെതിരെ കേസെടുക്കണമെന്ന്. ഇനി നിയമത്തെക്കുറിച്ച് പറഞ്ഞാൽ വിദേശ ഫണ്ട് സ്വീകരിക്കുന്നവർക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ FCRA ലൈസൻസ് പുതുക്കി കിട്ടാതിരിക്കുകയോ റദ്ദാക്കിയ ലൈസൻസ് പുനഃസ്ഥാപിക്കാതിരിക്കുകയോ നിലവിലുള്ള ലൈസൻസ് സറണ്ടർ ചെയ്യുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്തരം ഫണ്ട് ഉപയോഗിച്ച് വികസിപ്പിച്ചിട്ടുള്ള ആസ്തികൾ സർക്കാരിന് കണ്ടുകെട്ടാം. ഇത് വിൽക്കാനും മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾക്ക് കൈമാറാനും സർക്കാരിന് അവകാശമുണ്ടായിരിക്കും. വിറ്റ് കിട്ടുന്ന പണം സർക്കാരിന്റെ സഞ്ചിത നിധിയിലേക്ക് മാറ്റും. ഇതുമായി ബന്ധപ്പെട്ട് സർക്കാർ നിശ്ചയിക്കുന്ന അതോറിറ്റിക്ക് സിവിൽ കോടതിയുടെ അധികാരമുണ്ട്. ഏറ്റെടുക്കുന്നതിൽ ആരാധനാലയങ്ങൾ ഉണ്ടെങ്കിൽ അതിന്റെ തനിമയിൽ മാറ്റം വരുത്താതെ സർക്കാർ നിശ്ചയിക്കുന്നവർക്ക് കൈമാറാം. നിശ്ചിത സമയത്തിനകം ലൈസൻസ് തിരിച്ചു കിട്ടിയാൽ സ്വത്തും തിരികെ കിട്ടും. കേൾക്കുമ്പോൾ വളരെ സിമ്പിൾ ആണല്ലേ? എന്നാൽ ഇതുകൂടി കേൾക്കൂ. FCRA ലൈസൻസ് നേടിയ ഒരു സ്ഥാപനം 5 വർഷത്തിൽ ഒരിക്കൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കീഴിലുള്ള FCRA പോർട്ടൽ മുഖാന്തരം അത് പുതുക്കണം എന്നാണ് വ്യവസ്ഥ. ഇവിടെ ഉണ്ടാകുന്ന കാലതാമസം സ്വാഭാവികമായും ആസ്തി ഉടമയെ ബാധിക്കും. ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ലൈസൻസ് മുടക്കിയ അതോറിറ്റി തന്നെയാണ് അത് തിരിച്ചു നൽകേണ്ടത്. അതായത് ലൈസൻസ് നൽകേണ്ട സർക്കാർ തന്നെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിന്റെ ലൈസൻസ് പുതുക്കി നൽകേണ്ട എന്നൊന്ന് വിചാരിച്ചാൽ നിസ്സാരമായിട്ട് അത് നടപ്പിലാക്കാം, അല്ലെങ്കിൽ വൈകിപ്പിക്കാം. ഇനി ലൈസൻസ് പുതുക്കിയെടുക്കാൻ നിശ്ചിത സമയപരിധി എന്നാണ് ബില്ലിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിന്റെ കാലയളവ് ഇപ്പം പറഞ്ഞിട്ടില്ല, പിന്നീട് ഒരു വിജ്ഞാപനത്തിലൂടെ കേന്ദ്ര സർക്കാർ അവതരിപ്പിക്കും. അത് എത്ര വേണമെങ്കിലും ആകാം. കൂടാതെ വിദേശത്ത് നിന്ന് ഒരു പ്രത്യേക ആവശ്യത്തിനായിട്ട് സ്വീകരിക്കുന്ന പണം ചെലവഴിക്കുന്നതിനും സമയപരിധി ഏർപ്പെടുത്തും. ഉദാഹരണത്തിന് ഒരു കെട്ടിടം പണിയാൻ വേണ്ടി വിദേശ ഫണ്ട് സ്വീകരിച്ചാൽ സർക്കാർ നിശ്ചയിക്കുന്ന സമയപരിധിക്കുള്ളിൽ അത് പൂർത്തിയാക്കാൻ ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾ നിർബന്ധിതരാകും. അല്ലെങ്കിൽ ആ പണം നഷ്ടപ്പെടുകയോ സർക്കാരിലേക്ക് പോവുകയോ ചെയ്യും. FCRA ലൈസൻസ് നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ വിദേശ ഫണ്ട് ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്ത ക്ഷേത്രം, പള്ളി, മോസ്ക്, ഗുരുദ്വാര തുടങ്ങി ഏതൊരു ആരാധനാലയവും പുതിയ ഭേദഗതി പ്രകാരം ഏറ്റെടുക്കാം. ആരാധനാലയങ്ങളുടെ മതപരമായിട്ടുള്ള സ്വഭാവം നിലനിർത്തുമെന്ന് പറയുമ്പോഴും അത് എത്രത്തോളം പ്രാവർത്തികമാകും എന്ന് കണ്ടറിയണം. ഇനി ഏതാണ് ഈ അതോറിറ്റി? കേന്ദ്ര സർക്കാർ നിശ്ചയിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനോ സർക്കാർ സ്ഥാപനമാണ് അതോറിറ്റി. FCRA ലൈസൻസ് നഷ്ടപ്പെടുന്ന സ്ഥാപനങ്ങളുടെ ആസ്തികൾ താൽക്കാലികമായിട്ട് ഏറ്റെടുക്കുന്നത് ഈ അതോറിറ്റി ആയിരിക്കും. പിന്നീട് സ്ഥാപനത്തിന് ലൈസൻസ് നേടാനായില്ലെങ്കിൽ അതോറിറ്റി നിശ്ചയിക്കുന്ന ആൾക്ക് വിൽക്കാനോ സർക്കാർ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുക്കാനോ സാധിക്കും. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തോട് മാത്രമാണ് അതോറിറ്റി കടപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന സർക്കാർ മറ്റ് സർക്കാർ സ്ഥാപനങ്ങളും അതോറിറ്റി ആവശ്യപ്പെടുന്ന ഔദ്യോഗിക കാര്യങ്ങൾ ചെയ്തു നൽകാൻ ബാധ്യസ്ഥരാണ്. ചുരുക്കി പറഞ്ഞാൽ വിദേശ ഫണ്ടിന്റെ വിനിയോഗം നിരീക്ഷിക്കുകയോ നിയന്ത്രിക്കുകയോ എന്നതിനൊക്കെ അപ്പുറം പതിറ്റാണ്ടുകളായി കെട്ടിപ്പടുത്ത കാരുണ്യ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ളവ സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ച് പിടിച്ചെടുക്കാനുള്ള ഗൂഢാലോചനയാണ് ഈ നിയമ ഭേദഗതിക്ക് പിന്നിലെന്ന് പറയേണ്ടി വരും. വിദേശ സഹായം സ്വീകരിക്കുന്നതിൽ സുതാര്യത ഉറപ്പുവരുത്തുക എന്ന വ്യാജേന കൊണ്ടുവരുന്ന ഈ നിയമം യഥാർത്ഥത്തിൽ ലക്ഷ്യം വെക്കുന്നത് രാജ്യത്തെ ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ സേവന പ്രസ്ഥാനങ്ങളെ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകൾ നടത്തുന്ന ചെറുതും വലുതുമായിട്ടുള്ള സ്ഥാപനങ്ങളെയാണ് എന്നുള്ളത് പൊതുവെയുള്ള സംശയമാണ്. രാജ്യം സാമ്പത്തികമായിട്ട് പിന്നാക്കം നിന്നിരുന്ന ഒരു കാലഘട്ടത്തിൽ ലോകമെമ്പാടുമുള്ള ധാരാളം സുമനസ്സുകളുടെ സഹായത്തോടെയാണ് ക്രൈസ്തവ സഭകൾ വിദ്യാലയങ്ങളും ആശുപത്രികളും അനാഥാലയങ്ങളും ഉൾപ്പെടെയുള്ള മറ്റ് സാമൂഹിക സേവന കേന്ദ്രങ്ങളും വിവിധ സംസ്ഥാനങ്ങളിൽ പടുത്തുയർത്തിയത്. നിയമപരമായി പണം കൊണ്ട് നിർമ്മിച്ച ആസ്തികൾ വർഷങ്ങൾക്ക് ശേഷം മാറുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തിൽ പുതിയൊരു നിയമം ഉണ്ടാക്കി സർക്കാർ കൈക്കലാക്കാൻ ഒരുങ്ങുന്നത് ശരിയല്ല. വിദേശ സംഭാവനകളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിന് കാരണക്കാരായവരെ നിയന്ത്രിക്കുക തന്നെ വേണം. പക്ഷെ രാഷ്ട്ര നിർമ്മാണത്തിന് അമൂല്യമായ സംഭാവനകൾ നൽകിക്കൊണ്ടിരിക്കുന്നവരെ വർഗീയ കാരണങ്ങൾ കൊണ്ട് ഇത്തരം നിയമനിർമ്മാണത്തിലൂടെ വേട്ടയാടാനും ഇല്ലാതാക്കാനും ശ്രമിക്കരുത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വകാര്യ സ്വത്തുക്കളുള്ളത് ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ചും ക്രൈസ്തവ സഭകൾക്കാണെന്നും അവയൊക്കെ മതപരിവർത്തനത്തിന് ഉപയോഗിക്കുന്നതാണ് എന്നുമുള്ള അസത്യങ്ങളുടെ വർഗീയ പ്രചാരണങ്ങൾ സർക്കാർ സംവിധാനങ്ങളിലും വ്യാപിക്കുന്നത് കടുത്ത ആശങ്കയാണ് ന്യൂനപക്ഷങ്ങൾ ഉളവാക്കുന്നത്. നിർബന്ധിത മതപരിവർത്തനം പോലുള്ള വസ്തുതാവിരുദ്ധമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ക്രൈസ്തവ സ്ഥാപനങ്ങളെയും വിശ്വാസികളെയും സമർപ്പിതരെയും വേട്ടയാടുന്ന പ്രവണത വിവിധ സംസ്ഥാനങ്ങളിൽ നിലനിൽക്കുന്ന ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ ഭേദഗതികൾ നിയമമായാൽ ക്രൈസ്തവ വേട്ടയ്ക്ക് തൽപര കക്ഷികൾക്ക് അതൊരു പുതിയ മേഖല കൂടെ തുറന്നു കിട്ടുന്ന പോലെയാവും.
നിയമപ്രകാരം ഇത്തരം ദുരാരോപണങ്ങൾ ഉന്നയിച്ച് ലൈസൻസ് സസ്പെൻഡ് ചെയ്താൽ പോലും സ്ഥാപനങ്ങൾ ഏറ്റെടുക്കാൻ സർക്കാരിന് സാധിക്കും. പൊതുസമൂഹത്തിന് ലഭിക്കുന്ന അളവറ്റ സേവനങ്ങൾ തടസ്സപ്പെടുത്തുന്നത് മാത്രമല്ല, സ്ഥാപനങ്ങളെയും സഭാ നേതൃത്വങ്ങളെയും വരുതിക്ക് നിർത്താനും ഭീഷണിപ്പെടുത്താനും ഇതൊരു ആയുധമായി മാറിയേക്കും.